ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് ഹോം എന്ന ചൈനീസ് ഡ്രാമയുടെ 24ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ വെക്കേഷനൊക്കെ ആയിട്ട് ചെന്നും കൂട്ടരും വീട്ടിലേക്ക് വരുന്നതും ചെന്നിൻ്റെ അമ്മയുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റി അറിയുന്നതും മറ്റൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നത്തെ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചെന്നിൻ്റെ അച്ഛൻ അവളുടെ അടുത്ത് ഇരുന്നിട്ട് മനസ്സ് തുറന്ന് അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. കാര്യം ചെന്നിൻ്റെ അമ്മയുടെ സർജറി ഒക്കെ വളരെ സക്സസ്ഫുള്ളി തന്നെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും തൻ്റെ ലൈഫ് മുഴുവനും തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും എപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരുന്ന ഒരു ജെന്റിൽമാൻ ആയിരുന്നു അവളുടെ അച്ഛൻ. പക്ഷെ എന്തൊക്കെയായാലും തൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും തന്നെ വേണ്ട സമയത്ത് അവളോടൊപ്പം ഇരിക്കാനോ അവളുടെ ഒപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ അവളുടെ അച്ഛന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നാളെ എന്ന് പറഞ്ഞ് അതിപ്പോൾ നീളെ നീങ്ങുന്ന കാരണം കൊണ്ട് ഇപ്പോഴാണ് അവളുടെ അച്ഛൻ എത്ര വേഗമാണ് ടൈം നീങ്ങിക്കൊണ്ടിരുന്നതെന്നും ഇപ്പോഴും തനിക്ക് തൻ്റെ ഭാര്യയോടും കുടുംബത്തോടൊപ്പം സമാധാനമായിട്ടോ സന്തോഷത്തോടെ താൻ സ്വപ്നം കണ്ടതുപോലുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നും അവൻ അവളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവർ രണ്ടുപേരും കൂടി കല്യാണം കഴിക്കുന്നതിന്റെ സമയത്ത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന പോലെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു പ്രപ്പോസോ എന്തെങ്കിലും ഒരു സെർമണി പോലും ചെന്നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് അവളുടെ അച്ഛനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മാരീഡ് ആയതിനു ശേഷം വേഗം തന്നെ ചെന്നും ജനിച്ചതുകൊണ്ട് ഒരു കപ്പിളിനേതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒന്നും രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ അവളുടെ അച്ഛൻ്റെ മുഖത്ത് വലിയൊരു റിഗ്രറ്റ് നിറഞ്ഞിരിക്കുന്നതായിട്ട് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല തങ്ങളുടെ അച്ഛൻ ഇതുവരെ മര്യാദയ്ക്കൊരു പ്രപ്പോസൽ പോലും അമ്മയ്ക്ക് കൊടുത്തിട്ടില്ലെന്ന് മനസ്സിലാക്കുന്ന അവള് പിറ്റേ ദിവസം നേരെ തന്നെ ജിങ്ങിനെയും സോങ്ങിനെയും വിളിച്ചിട്ട് ഒരു മോളിലേക്ക് ചെന്നിട്ട് അവളുടെ പാരൻസിന് വേണ്ടിയിട്ട് ഒരു ഡയമണ്ടിന്റെ ഒരു റിങ് വാങ്ങിക്കാനായിട്ട് എത്തുന്നുണ്ട്. പ്രണയത്തിന് ഈ കണ്ണും മൂക്കും ഏജൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പ്രണയിക്കാന്ന് പറഞ്ഞിട്ട് അവള് ആ ഒരു ഡയമണ്ട് റിങ്ങിന്റെ പ്രൈസ് ചോദിക്കുമ്പോഴാണ് അവർ മൂന്നിന്റെയും കിളി പോകുന്നത്. അപ്പോഴാണ് ഈ അഡൾട്ടിന്റെ ആ ഒരു വേൾഡില് ഗ്രേഡിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് അവർക്ക് വേണ്ടത് മണിയാണെന്നുള്ള ഒരു സത്യം അവര് മനസ്സിലാക്കുന്നത്. അങ്ങനെ അന്നിപ്പോ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ സോങ് നേരെ സീഷിയോടൊപ്പം വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ സീഷിക്ക് വേണ്ടി അവൻ സ്പെഷ്യലായിട്ട് സ്വയമേ തന്നെ ഒരു പെയർ ഓഫ് ഇയറിംഗ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് ഇപ്പം അവൻ സീഷിക്ക് ഇട്ടുകൊടുക്കുകയും അവൾക്കത് വളരെ ഇഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ രണ്ടുപേരും കൂടി അവളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സീഷി ആകട്ടെ ഓൾറെഡി ഒരു റിച്ച് ആയിട്ടുള്ളൊരു കിഡ് ആയതുകൊണ്ട് അവളുടെ ഫ്രണ്ട് സർക്കിളിലും എല്ലാവരും ഈ പറഞ്ഞ പോലെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന വളരെ വെൽത്തി ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളായിരുന്നു. പക്ഷെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന നമ്മുടെ സോങ്ങിന് പെട്ടെന്ന് അവരുടെ ഇടയിൽ കൂടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ട് അവന് ഫീൽ ചെയ്യുകയും അവനാകെ ഡിസ്റ്റർബ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. പോരാത്തതിന് അവരുടെ ഡിന്നറൊക്കെ കഴിയുമ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഇന്നത്തെ ചെലവ് നമ്മുടെ സോങ്ങിന്റെ വകയാണെന്ന് അവളുടെ ഫ്രണ്ട്സ് പറയുമ്പോൾ ആദ്യം സോങ് അതത്ര കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും പിന്നീട് ആ ഒരു ബില്ല് കാണുമ്പോഴാണ് വീണ്ടും താൻ പെട്ടുപോയ കാര്യം അവൻ മനസ്സിലാക്കുന്നത്. ഇതേ നേരം തന്നെ നമ്മുടെ സോങ്ങിന്റെ അമ്മയെ കാണിക്കുകയാണെങ്കിൽ അവളാകട്ടെ ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ട് ഇനി റിട്ടയർമെന്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള നേഴ്സ് ആകട്ടെ അവളോട് വളരെ പൊട്ട രീതിയിൽ പെരുമാറുമ്പോൾ അവിടെ നമ്മുടെ പഠിപ്പിയായിട്ടുള്ള ലീറ്റിയന്റെ അമ്മ വന്നിട്ട് ആ ഒരു നേഴ്സിനെ നല്ല രീതിയിലുള്ള റിപ്ലൈ തന്നെ കൊടുത്തിട്ട് അവളെ രക്ഷിക്കുന്നുണ്ടെങ്കിലും ഈ പൈസ കാരണം മാത്രം ഒരു വിഭാഗം പേര് ഇങ്ങനെ ആൾക്കാരെ താഴ്ത്തി കാണുന്നതും ഒത്തിരി പൈസയുള്ളവർക്കാകട്ടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഫേവറബിൾ ആയിട്ട് നടക്കുന്നൊക്കെ കണ്ട് അവൾ ആകെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്ന നേരം തന്നെയാണ് സോങ് സീഷി അവന് നൽകിയിട്ടുള്ള ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റുമായിട്ട് അവിടേക്ക് വരുന്നത്. അതാകട്ടെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയായിരുന്നു. അവൻ സീഷിക്ക് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും അത്രയും എക്സ്പെൻസീവ് ഒന്നും അല്ലാത്ത വെറും ഒരു ഇയറിംഗ് കൊടുത്തപ്പോൾ അവൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് അവന് കൊടുത്തോളൂ എന്നൊക്കെ ചോദിച്ച് ഇത്രയും എക്സ്പെൻസീവ് ആയ ഒരു കാര്യം നിനക്ക് വേണ്ടെന്നും അത് അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാനും പറഞ്ഞ് അവന്റെ അമ്മ ഇപ്പോൾ അവനെ ഉപദേശിക്കുന്നുണ്ട്. സോ ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ സോങ്ങിന്റെ മനസ്സിൽ അവനും സീഷിയും ശരിക്കും രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെന്നും അതുകൊണ്ട് അവരുടെ ലൈഫും കൾച്ചറൊക്കെ തമ്മിൽ മാച്ച് ആവുമെന്നുള്ളൊരു ഡൗട്ടൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല തങ്ങള് അവരുടെ അത്ര റിച്ച് ഒന്നും അല്ലാത്ത കാരണം കൊണ്ട് തന്റെ മകനെ അവരുടെ ഫാമിലി എങ്ങാനും കുറച്ച് കാണുമെന്നും സോങ്ങിന്റെ അമ്മയ്ക്ക് നല്ല പോലെ തന്നെ പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ ഈ കാര്യങ്ങളൊക്കെ സോങ്ങിന്റെ അടുത്ത് പറയുമ്പോൾ സോങ് ഇപ്പൊ നേരെ തന്നെ കമ്പ്യൂട്ടറിൽ ചെന്നിട്ട് ആ ഒരു ഷർട്ടിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കുമ്പോൾ അത് അവൻ വിചാരിച്ചതിനേക്കാളും ഒത്തിരി എക്സ്പെൻസീവ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് എങ്ങനെയായാലും അത് അവൾക്ക് റിട്ടേൺ ചെയ്യണമെന്ന് അവൻ തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ചെന്നിന്റെ വീട്ടിലിപ്പോൾ അവളുടെ അച്ഛൻ വന്ന് അവളുടെ അടുത്ത് നീ എൻ്റെ അടുത്ത് സത്യം പറയണമെന്നും നിനക്ക് ഏതെങ്കിലും ബോയ് ഫ്രണ്ട്സ് ഉണ്ടോന്നും അവളോട് ചോദിക്കുന്നുണ്ട്. കാരണം അവളുടെ പാരന്റ്സിന് വേണ്ടിയിട്ട് ഈ ഡയമണ്ട് റിംഗ് ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. കുറെ അഡ്വർടൈസ്മെന്റിന്റെ പേപ്പറുകളൊക്കെ അവളുടെ അച്ഛൻ കണ്ടിട്ട് അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ തന്നെ തെറ്റിദ്ധരിച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്തതാണെന്നും അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പ്ലാൻ ചെയ്തെന്നുള്ള കാര്യം അവളിപ്പോൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവരിന്ന് സീൻ കട്ട് ചെയ്ത് വീണ്ടും നമ്മുടെ സോങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഷർട്ട് നേരെ സീഷിക്ക് പോയിട്ട് കൊടുത്തിട്ട് ഇത് വളരെയധികം എക്സ്പെൻസീവ് ആണെന്നും അത്രയും വിലയുള്ള ഒരു ഡ്രസ്സ് തനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ
പറ്റില്ലെന്നും പറയുമ്പോൾ ഇത് കേട്ട് അപ്സെറ്റ് ആകുന്ന സീഷി ആ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ട് അത് എറിഞ്ഞു കളയാനൊക്കെ ട്രൈ ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ അവള് സെന്റിമെന്റിലും കൂടി ആവുമ്പോൾ അങ്ങനെ വേറെ ഒരു നിവൃത്തിയില്ലാണ്ട് സോങ്ങിന് ആ ഒരു ഗിഫ്റ്റ് കയ്യിൽ വെക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല ഇനി ഒരിക്കലും ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊന്നും താൻ ചെയ്യില്ലെന്ന് സീഷി അവന് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മുടെ ജിങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ അവന്റെ കോളേജിലെ ഒരു സീനിയർ ആയിട്ടുള്ള ജിയാങ് എന്ന് പറഞ്ഞ ഒരു മാനേജറിന്റെ അടുത്ത് നിന്നും ഒരു ഇൻവിറ്റേഷൻ കിട്ടുകയും ഒരു കമ്പനിയിലോട്ട് അവനോട് വരാൻ പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഈ ബുക്കുകളൊക്കെ സെൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് സ്വയമേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിന്റെ ഒരു ഐഡിയയിൽ ഇൻസ്പയർ ആയിട്ട് ഈ ഒരു മാനേജർ ആകട്ടെ അത് തന്റെ കമ്പനിയിൽ അവതരിപ്പിക്കുകയും അവനിപ്പോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് റെസ്പോൺസസും ആ ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കമ്പനിക്കാരിപ്പോൾ അവന് 2 ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ അവൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിന്റെ വേറൊരു കോപ്പി അവരുടെ കമ്പനി തന്നെ ജനറേറ്റ് ചെയ്യുകയും രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവൻ ഈ ഒരു കമ്പനിയുടെ ടെക്നിക്കൽ ആയിട്ടുള്ള ടീമിൽ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നീട് ഫ്യൂച്ചറിൽ അവന് ആ ഒരു വെബ്സൈറ്റിന്റെ പ്രോഫിറ്റിലെ ഒരു ഷെയർ കിട്ടുന്ന രീതിയിലും ആയിരുന്നു. ഇത് കേട്ട് ഒന്ന് ട്വിസ്റ്റഡ് ആകുന്ന അവൻ തന്നെ വ്യക്തമായി ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മളുടെ ചെന്നിന്റെ അമ്മയ്ക്കിപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ആൾ റിക്കവർ ആവുമ്പോൾ ചെന്നും അവളുടെ അച്ഛനും കൂടിയിട്ട് അവളുടെ അമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരുപാട് സെർമണീസും പ്രപ്പോസൽസും ഒന്നും ഇല്ലാത്തൊരു വെഡിങ് ആയിരുന്നതുകൊണ്ട് മര്യാദയ്ക്ക് ഒരു വെഡിങ് ഫോട്ടോ പോലും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു സർപ്രൈസിന്റെ ഭാഗമായിട്ട് ചെന്നിപ്പോ അവളുടെ അമ്മയും അച്ഛനെയും ഒരു ബ്രൈഡിനെയും ഗ്രൂമിനെയും പോലെ അണിയിച്ചൊരുക്കിയിട്ട് ഒരു വെഡിങ് ഈവന്റ് നടക്കുന്ന പോലെയുള്ള എല്ലാ പ്രിപ്പറേഷനും അവൾ അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു ബ്രൈഡും ഗ്രൂമുമായിട്ട് അവരൊരുമിച്ച് ഫോട്ടോ എടുക്കുകയും അവരുടെ ഈ ഒരു സന്തോഷത്തിലൊക്കെ പങ്കുചേരാനായിട്ട് ജിങ്ങിന്റെയും സോങ്ങിന്റെയും ഫാമിലീസിനെയും കൂടിയിട്ട് ചെന്ന് അവിടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ തന്നെ തന്റെ യൂത്തിൽ നടത്താൻ പറ്റാത്ത പ്രപ്പോസലും വെഡിങ് ഫോട്ടോസൊക്കെ അവർ ആ ഒരു മൊമെന്റിൽ റീക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ആ മൊമെന്റ്സിനൊക്കെ ശേഷം വീട്ടിലേക്ക് എത്തുന്ന ജിങ്ങപ്പോൾ അവന്റെ അമ്മയ്ക്ക് മരണത്തിന് പോലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രണയത്തിനെ സൂചിപ്പിക്കുന്ന പേർപ്പിൾ കളറായിട്ടുള്ള റോസസ് ജിങ്ങപ്പോൾ അവന്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ സോങ് ഇപ്പൊ ചെന്ന് അവന്റെ അമ്മേനെ കണ്ടിട്ട് അമ്മ നമ്മൾ ഒരിക്കലും ഇൻഫീരിയർ ആയിട്ട് കാണരുതെന്നും അവന് അവന്റെ അമ്മ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മദർ ആണെന്നും ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും അമ്മ എന്റെ മനസ്സിൽ എപ്പോഴും ഫസ്റ്റത്തെ പൊസിഷനിൽ തന്നെ ആയിരിക്കുമെന്നും അവൻ പറയുമ്പോൾ അത് കേട്ടിട്ട് അവന്റെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ 3 പേരുടെയും ഫാമിലീസ് വളരെ സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇതിനൊക്കെ ശേഷം നമ്മുടെ ചെന്നും ജിങ്ങും കൂടിയിട്ട് വെറുതെ നടന്നിട്ട് കഴിഞ്ഞുപോയ കുറച്ച് നിമിഷങ്ങൾ എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ജിങ് ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് ഫണ്ണി ആയിട്ട് നീ സ്പ്രേ അടിച്ചിട്ടുണ്ടോന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾ കുട്ടിക്കുറുമ്പ് കാട്ടിയിട്ട് അവന്റെ അടുത്തേക്ക് പെട്ടെന്ന് ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് എന്തോ ആലോചിച്ച് ആകെ എംബാരസ്ഡ് ആയിട്ട് അവൾ ബാക്കിലേക്ക് വരുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ജിങ് ഇപ്പോൾ അവളെ ടൈറ്റ്ലി പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവളും അതിനൊട്ടും തന്നെ റെസിസ്റ്റ് ചെയ്യാണ്ട് ആ ഒരു മൊമെന്റിൽ അവർ രണ്ടുപേരും അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒഫീഷ്യലി ഒരു കപ്പിളായിട്ടുള്ള ജിങ്ങും ചെന്നും കൂടി ഒരുമിച്ച് കൈകളൊക്കെ പിടിച്ച് അവരുടെ വീടിന്റെ ഭാഗത്തേക്ക് വന്നെങ്കിലും നീ എന്തുകൊണ്ടാണ് ഇത് ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്യാത്തതെന്ന് ചെന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോൾ പെട്ടെന്ന് സീരിയസ് ആയിട്ട് അവരുടെ വീടിന് മുമ്പിൽ വെച്ച് ഐ ലവ് യു എന്ന് പറയുന്നേക്കാളും തൊട്ട് മുമ്പായിട്ട് ചെന്നിന്റെ അച്ഛൻ അവിടേക്ക് വന്നിട്ട് നീ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അത് കേട്ട് ഇപ്പൊ രണ്ടിന്റെയും കിളി പോയിട്ട് അവർ രണ്ടുപേരും അവരുടെ വീടുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് തിരിച്ച് റൂമിലേക്ക് എത്തിയതിനു ശേഷം വീണ്ടും ഓക്വേർഡായിട്ട് ആരാണ് ഫസ്റ്റത്തെ മെസ്സേജ് അയക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെറിയൊരു കൺഫ്യൂഷൻ രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ജിങ് തന്നെ ആക്ഷൻ എടുത്ത് നമ്മുടെ ചെന്നിനെ വിളിച്ച് ഇതുവരെ ഒരു കീരിയും പാമ്പിനെയും പോലെ തല്ലുകൂടി സംസാരിക്കുന്ന പോലെ അല്ലാണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ജിങ്ങിന്റെ അമ്മ അവിടേക്ക് കയറി വരുമ്പോൾ അവരുടെ ആ ഒരു ഫ്ലോ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും അമ്മയൊക്കെ പോയതിനു ശേഷം ജിങ് വീണ്ടും അവന്റെ ഫോൺ എടുത്തിട്ട് നേരത്തെ ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്നും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും അവളുടെ അടുത്ത് പറയുമ്പോൾ ആ ഒരു മെസ്സേജ് കണ്ടിട്ട് അവളും തനിക്കും സെയിം ആയിട്ടുള്ള ഫീലിംഗ് തന്നെയാണെന്ന് റിപ്ലൈ അയക്കുമ്പോൾ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് ഇവരുടെയും മെസ്സേജ് ഒക്കെ കണ്ട് ആകെ സന്തോഷിച്ച് തുള്ളി ചാടുന്നുണ്ട്. എന്തിനു പറയുന്നു, ആ ഒരു തുള്ളിച്ചാട്ടത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പാവം നമ്മുടെ ജിങ്ങിന്റെ ബെഡ് തന്നെ പൊട്ടി പോകുമ്പോൾ ആ ഒരു സൗണ്ട് കേട്ട് അവന്റെ അമ്മ വന്ന് അവൻ ഓക്കെ ആണെന്ന് നോക്കുന്ന ഒരു സീനോടും കൂടിയിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ ജിങ്ങും ചെന്നും അങ്ങനെ ഫൈനലി ഒരു കപ്പിള് ആയിരിക്കുകയാണ്. സോ ഇനി ഇവരുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്നും ഇനി ഇവരുടെ ഫാമിലീസ് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യോ എന്നുള്ള കാര്യവും അതുപോലെ തന്നെ പാവം നമ്മുടെ സോങ്ങിന്റെയും സീഷയുടെയും റിലേഷൻഷിപ്പിന്റെ കാര്യവും എന്തൊക്കെ ആവുമെന്ന് ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.